അല്ലു അർജുനെ നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരനാക്കി മാറ്റിയ ആദ്യത്തെ സിനിമയാണ് ആര്യ. ആ ഒരു സിനിമയോട് കൂടിയാണ് അല്ലു അർജുൻ മല്ലു അർജുനായി മാറിയത്. അപ്പോൾ ആര്യ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ 2006 ഇവിടെ കേരളത്തിൽ റിലീസായത്. പക്ഷേ തെലുങ്കിൽ അത് റിലീസായത് 2004. അപ്പോൾ ആ ഒരൊറ്റ സിനിമയോടുകൂടി അല്ലു അർജുൻ സ്റ്റാറായതും ആ ഒരു സിനിമയുടെ കുറേ കഥകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലു അരവിന്ദ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ മകനായിട്ടാണ് അല്ലു അർജുൻ ജനിക്കുന്നത്. ഒരു സിനിമാ കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ, അമ്മാവൻ ചിരഞ്ജീവിയുടെ സിനിമകൾ, ഇതൊക്കെ കണ്ടാണ് വളർന്നത്. അദ്ദേഹം ചൈൽഡ് ആർട്ടിസ്റ്റായിരുന്നു. ചിരഞ്ജീവിയുടെ തന്നെ 1-2 സിനിമകളിലൊക്കെ ബാലതാരമായിട്ട് വന്ന് പിന്നീട് വലുതായ ശേഷം ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സിനിമ 2003 റിലീസായ സിനിമയാണ്. ആ ഒരു സിനിമയിലൂടെയാണ് അല്ലു അർജുൻ നായകനായിട്ട് സിനിമയിലോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തൊരു സിനിമ, അതാണ് ആര്യ എന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ ഡയറക്ടർ സുകുമാർ. അന്ന് സുകുമാർ സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. സുകുമാർ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം മുമ്പൊരു ലെക്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് സിനിമയോടുള്ള പാഷൻ കാരണം അദ്ദേഹം സിനിമയിലോട്ട് വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഈ 2003 തന്നെ റിലീസായ ദിൽ എന്ന് പറയുന്നൊരു സിനിമ, നിതിൻ എന്ന് പറയുന്ന നടൻ. നിതിൻ അതിനു മുമ്പ് ജയം എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിതിനെ വെച്ച് ചെയ്ത ദിൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ റൈറ്ററായിരുന്നു സുകുമാർ. ആ സിനിമയുടെ പ്രൊഡ്യൂസറാണ് രാജു. പിന്നീട് അദ്ദേഹം ദിൽ രാജു എന്നറിയപ്പെടുന്നു. ഇന്ന് തെലുങ്കിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു ദിൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെയൊക്കെ ഡിസ്കഷൻ്റെ സമയത്തൊക്കെ തന്നെ ഈ പറയുന്ന ആര്യ എന്ന് പറയുന്ന സിനിമയുടെ കഥ സുകുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സുകുമാർ പ്രൊഡ്യൂസർ രാജുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു സിനിമ ദിൽ വൻ വിജയമായാൽ നിങ്ങളുടെ സിനിമ, നിങ്ങളെ ഞാൻ ഡയറക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സിനിമയിലോട്ട് എന്ന്, അതായത് ഒരു സ്വതന്ത്ര സംവിധായകനാക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തു. ദിൽ ഭയങ്കര ഹിറ്റായി. അത് കണ്ടാണ് ഈ ആര്യ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ആര്യയുടെ ആദ്യം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കഥ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു അല്ലുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു ഒരു ക്യാരക്ടറാണ്. ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു, പ്രണയം പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയമുണ്ട്. പിന്നീട് തൻ്റെ കാമുകിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് അല്ലു ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, സുകുമാർ പറഞ്ഞത്, അതുവരെ ഉണ്ടായിരുന്ന സിനിമയുടെ കുറേ സങ്കല്പങ്ങൾ മാറ്റിമറിച്ച സിനിമയാണ്. അതായത് അതിന് മുമ്പുള്ള പല സിനിമകൾ, പ്രത്യേകിച്ച് കാതൽ കൊണ്ടൈൻ എന്ന് പറയുന്ന സിനിമയൊക്കെ അന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭയങ്കര ഹിറ്റായി കഴിഞ്ഞു. അപ്പോൾ കാതൽ കൊണ്ടൈനും അങ്ങനെ 1-2 സിനിമകളിലൊക്കെ നായകന് ഒരു നായികയോട് പ്രണയം തോന്നുന്നു, പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. നായികയ്ക്ക് മറ്റൊരാളുടെ പ്രണയം തോന്നി, ആ പ്രണയം സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് നായകൻ മനസ്സിൽ ഈ പ്രണയം വെച്ചുകൊണ്ട് നടക്കുന്ന, അവസാനം മാത്രമേ അത് തുറന്നു പറയുന്നുള്ളൂ. പിന്നീട് ഈ നായകൻ ഒരു ആൻറ്റി ഹീറോ ആയി മാറുന്നു. അങ്ങനെ കുറേ കഥകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിന്നൊക്കെ മാറി ഒരു സിനിമ, ആദ്യം തന്നെ പ്രണയം പറയണം നായികയുടെ അടുത്ത്. അപ്പോൾ ഇതൊരു ഫ്രഷ് കൺസെപ്റ്റായിരുന്നു അന്ന് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് രവി തേജ അല്ലെങ്കിൽ പ്രഭാസ്, പിന്നെ ഈ ദിൽ എന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസറുടെ മുമ്പത്തെ സിനിമ ചെയ്ത നിതിൻ, ഇവരൊക്കെയായിരുന്നു ആദ്യം മനസ്സിൽ ആലോചിച്ചിരുന്നത്. കാരണം അന്ന് അല്ലു വലിയ സ്റ്റാർ അല്ല, ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. ആ ഒരു സിനിമ ഗംഗോത്രിയുടെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല, ഒരു എബോവ് ആവറേജ് ഹിറ്റായിരുന്നു. പക്ഷേ അവസാനം അല്ലുവിലേക്ക് തന്നെ വന്നു. പിന്നെ നമുക്കറിയാം ആ ഒരു സിനിമ ഓണായി. അങ്ങനെ അതിലെ മറ്റ് സ്റ്റാർ കാസ്റ്റുകളെല്ലാം റെഡിയായി. നമ്മുടെ രാജൻ വിദേവ് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. അങ്ങനെ ആ സിനിമ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങി. ആ ഷൂട്ട് അങ്ങ് തീർത്തു. ഏകദേശം 4 കോടി രൂപയ്ക്കാണ് അന്ന് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. ഒരു തെലുങ്ക് സിനിമയെ സംബന്ധിച്ചിട്ട് അതത്ര വലിയ ബഡ്ജറ്റൊന്നും അല്ല. അന്നും നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സിനിമയുടെ ബഡ്ജറ്റും ഏകദേശം ഈ പറഞ്ഞ പോലെ 4 കോടിയൊക്കെ തന്നെയാണ്. 4 കോടി രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത ആ സിനിമ ടോട്ടലി കളക്ട് ചെയ്തത് ഏകദേശം 30-31 കോടി രൂപയായിരുന്നു അന്ന് വേൾഡ് വൈഡ് കളക്ഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ ഡബ് ചെയ്തിറക്കിയത്. അത് ശരിക്ക് ഖാദർ ഹസൻ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ. അദ്ദേഹം ഒരുപാട് സിനിമകൾ, അദ്ദേഹം സംവിധായകനും കൂടിയാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, പിന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ കുറേ ഭാഷയിലെ സിനിമകൾ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു ഈ ഒരു സിനിമ ഇവിടെ ഇറക്കുന്നത്. അതായത് അവിടെ ഇറങ്ങി ഹിറ്റായി 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ആ സിനിമ ഇറങ്ങുന്നത്. അന്ന് ഇതിനെക്കുറിച്ച് ജിസ്റ്റോയി പറഞ്ഞിട്ട്, നമുക്കറിയാം അല്ലു അർജുൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ജിസ്റ്റോയുടെ ഒരു ശബ്ദം തന്നെയാണ്. ജിസ്റ്റോയി അന്ന് ഒരു തിരക്കേറിയ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് സീരിയലിലൊക്കെ ഒരുപാട് ഡബ് ചെയ്യുന്നതാണ്. കായംകുളം കൊച്ചുണ്ണി പോലത്തെ സീരിയലൊക്കെ ഡബ് ചെയ്ത് നടക്കുന്ന സമയമാണ്. ഖാദർ ഹസൻ അന്ന് ജിസ്റ്റോവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു തെലുങ്കിലൊരു നടനുണ്ട്, ആ നടനെ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമ ഡബ് ചെയ്തിട്ട് ഇറക്കുകയാണ്, അതിൽ നായകന് ശബ്ദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജിസ്റ്റോവിനെ വിളിക്കുന്നത്. അപ്പോൾ ജിസ്റ്റോയി പറഞ്ഞു, എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ പല ഡയലോഗ്സ് അന്ന് വേറെ സതീഷ് മുതുകുളമാണ് എഴുതുന്നത്. അദ്ദേഹം സ്ഥിരമായിട്ട് ഡബ്ബിങ് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നതാണ്, ഡയലോഗ്സ് എഴുതുന്നതാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 ഡയലോഗ് പറയാൻ തന്നെ 1 മണിക്കൂറൊക്കെ എടുത്തു എന്നതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജിസ്റ്റോയി ആ ഒരു ഡബ് ചെയ്തു.
അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ റീസെൻ്റായ പുഷ്പ വരെ, അത് സംവിധായകനായ ശേഷവും ജിസ്റ്റോയ് തന്നെയാണ് അല്ലു അർജുൻ ഡബിങ്. നമുക്ക് അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ, അല്ലു അർജുൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ജിസ്റ്റോയുടെ ശബ്ദമാണ്. അങ്ങനെ ആ സിനിമ കേരളത്തിലും അന്ന് ഏകദേശം 1.5 കോടിയുടെ അടുത്ത്, 1 കോടിയുടെ മേളിൽ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്, 1.5 കോടിയുടെ അടുത്ത് റഫ്ലി കളക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആകെ ഒരു 3 തിയേറ്ററിൽ മാത്രമായിട്ടായിരുന്നു അന്ന് ആ ഒരു സിനിമ റിലീസായത്. പിന്നീട് അഭിപ്രായം അറിഞ്ഞാണ് പല തിയേറ്റേഴ്സിലും സ്പ്രെഡായി, അത് ഒരുപാട് ഓടി. എനിക്കൊരു 300 ദിവസമൊക്കെ അവിടെ ഓടിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം 100 ദിവസമൊക്കെ ഓടിയെന്നാണ് എൻ്റെ ഒരു അറിവ്, എല്ലാ സെൻറ്റേഴ്സിലൊക്കെ കൂടിയിട്ട്. പിന്നെ ദേവി ശ്രീപ്രസാദാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ DSPയുടെ മ്യൂസിക്കും നമുക്കതിൽ ഓരോ പാട്ടും മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് പോലും നമുക്കതൊരു ബോറായിട്ട് തോന്നിയിട്ടില്ല. നമ്മളൊക്കെ അത് ഏറ്റ് പാടിയതായിരുന്നു. അന്ന് സ്ഥിരമായിട്ട് ഗാനമേളകളിലും ഒക്കെ അത് ഏറ്റ് പാടിയിരുന്ന ഒരു സിനിമയായിരുന്നു ആ പാട്ടുകളൊക്കെ. അതിലെ ഒരു പാട്ട് പിന്നീട് വേറൊരു ഹിന്ദി സിനിമയിലും, DSP ഒരു ഹിന്ദി സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ ഹിന്ദി സിനിമയിലും ഇതേ പാട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞ് 2012 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയായിരുന്നു. അതിലാണ് എൻ്റെ അമലാപുരം എന്ന് പറയുന്ന ഒരു പാട്ട്, ആ പാട്ട് അതിലും വീണ്ടും കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഈ ഒരു സിനിമയോട് കൂടി അല്ലു അർജുൻ മലയാളത്തിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായി മാറി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമുക്കറിയാം ബണ്ണി ഇറങ്ങി, ഹാപ്പി ഇറങ്ങി, കുറേ സിനിമകൾ വന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ആര്യ 2 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സീക്വലല്ല, പക്ഷേ കഥയും ഇതും കാര്യങ്ങളൊന്നുമല്ല, ഒരു പേര് മാത്രമേ ഉള്ളൂ ആര്യ 2 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. അതും എനിക്ക് തോന്നുന്നു ആര്യ 1ൻ്റെ അത്ര വിജയമല്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷനും ഇവിടെ നല്ല ഇനീഷ്യൽ കളക്ഷൻ കിട്ടിയൊരു സിനിമയായിരുന്നു ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബംഗാളി, ഒഡിയ, അതുപോലെ സിംഹള, തമിഴ്, ഇത്രയും ഭാഷകളിലേക്ക് ഡബ് ചെയ്തു. അതിൽ തമിഴിൽ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ്, അതും ഇവിടെ റിലീസായിട്ടുണ്ടെന്ന്. അതിൽ ധനുഷാണ് ആ റോള് ചെയ്തത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആര്യ തെലുങ്കിൽ കളക്ട് ചെയ്ത് അത്രയൊന്നും അവിടെ കളക്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ തെലുങ്കിലെ പല സിനിമകളും തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ട് ഹിറ്റായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലും അവിടെയും തമിഴ്നാട്ടിലും ഈ കുട്ടി ധനുഷിൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു കളക്ഷനൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇന്നൊരു കമ്പാരിസൺ വരും, അതിൽ ഒരു എന്തായാലും സീൻസും കാര്യങ്ങളും ഡാൻസും പാട്ടുകളൊക്കെ കമ്പാരിസണൊക്കെ എന്തായാലും പൊതുവെ വരാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം. എന്തായാലും ആര്യ എന്ന് പറയുന്ന സിനിമ ഞാനൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു സമയമാണ്. എൻ്റെ ഒരു കോളേജ് ഒക്കെ കഴിഞ്ഞിറങ്ങിയ ഒരു സമയമായിരുന്നു. അത് ഭയങ്കര ട്രെൻഡ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഓർമ്മയുണ്ട്, വന്ന് നമുക്ക് ആർക്കും ഒന്നും അല്ലുവിനെ അറിയില്ല. നമ്മൾ ആ ഒരു സിനിമ ഏതൊരു തെലുങ്ക് സിനിമ എന്നോ, നമുക്കത് തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവി, നാഗാർജുനനൊക്കെ അറിയാം. അവരുടെ സിനിമകളൊക്കെ ഇവിടെ ഡബ് ചെയ്ത് ഇറങ്ങുമ്പോഴൊക്കെ വെങ്കടേഷിൻ്റെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രഭാസിൻ്റെ സിനിമകളൊക്കെ അന്ന് കുറച്ച് മുമ്പൊക്കെ ഡബ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ അല്ലുവിൻ്റെ ഒരു എൻട്രി വരേണ്ടത് കേരളത്തിലേക്ക്. അപ്പോൾ എന്തായാലും ആ ഒരു മെമ്മറി, അന്ന് തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.